അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് സുക്കൂൻ പ്ലസ് ലൊമ്മ്. സുക്കൂൻ ലൊമ്മിനോടൊപ്പം വരുമ്പോൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുഹാനി. സുക്കൂനിന്റെ പാഠത്തിലോട്ട് പോകുന്നതിന് മുൻപായി രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ സുക്കൂനിലുണ്ട്. അത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തിനെ സാക്കിൻ എന്ന് പറയുന്നു. ഇപ്പൊ ഒരു നൂനിന് സുക്കൂൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുക്കൂനുള്ള നൂൻ എന്ന് പറയുന്നത് പോലെ സാക്കിനായ നൂൻ എന്ന് കൂടി പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിയമം എന്ന് പറയുന്നത് സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തെ മുൻപുള്ള അക്ഷരത്തോട് ചേർത്ത് വായിക്കണം. അതായത് സുക്കൂനിനെ നമുക്ക് ഒറ്റയ്ക്ക് പറയാനായിട്ട് പറ്റില്ല. സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തെ മുമ്പ് ഒരക്ഷരം എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് രണ്ടും കൂടി ചേർത്തേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട നിയമത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സുക്കൂനും ലൊമ്മും ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം 2 അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങൾ, 4 അക്ഷരങ്ങൾ കണ്ടോ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ ടാസ്കുകൾ കൂട്ടിയിട്ടാണ് ഈ ഓരോ ബോർഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓരോ ലൈനിലും അക്ഷരങ്ങൾ കൂടുന്നുണ്ട്. അക്ഷരങ്ങൾ കൂടുമ്പോൾ നമ്മളെ ടാസ്ക് കൂടും. നമ്മളെ ടാസ്ക് കൂടുമ്പോൾ നമ്മളെ സ്കില്ല് വർദ്ധിക്കും. അത് നമ്മളുടെ ഖുർആൻ ഓതലിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ വായിക്കാനായിട്ട് പോവാണ്. ദുഫ്, ദാൽ, ഫ, ലൊമ്മ്, ദുഫ്. സുക്കൂനെ നമ്മൾ ഹിജ്ജ ചെയ്യുമ്പോൾ എടുത്ത് പറയൂല. ബുക്ക്, ബ, കാഫ്, ലൊമ്മ്, ബുക്ക്. ഓക്കെ, സ്റ്റോപ്പിംഗ് ആണ് സുക്കൂൻ എന്ന് പറയുന്നത്. ലൊമ്മിന്റെ ഒപ്പം വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹ, മീം, ലൊമ്മ്, ഹും. ഓക്കെ, ഖുൽ, ഖാഫ്, ലാം, ലൊമ്മ്, ഖുൽ. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലൈനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മുൽക്കു, മീം, ലാം, ലൊമ്മ്, മുൽ. കാഫ്, ലൊമ്മ്, കു, മുൽ, കു. ഓക്കെ, മുൽ, സ്റ്റോപ്പ്, മുൽ, കു. ഹ, സ, ലൊമ്മ്, ഹുസ്, സ്റ്റോപ്പ്. നൂൻ, ലൊമ്മ്, നു, ഹുസ്, നു. സുക്കൂൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ആണ്. ഉദ്, നു. ഹംസ, ദാൽ, ലൊമ്മ്, ഉദ്. നൂൻ, ലൊമ്മ്, നു, ഉദ്, നു. ഓക്കെ, ഫുൽക്കു, ഫ, ലാം, ലൊമ്മ്, ഫുൽ, സ്റ്റോപ്പ്. കാഫ്, ലൊമ്മ്, കു, ഫുൽ, കു. അപ്പോ രണ്ടാമത്തെ ലൈനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വാക്കിൽ തന്നെ 4 അക്ഷരം വരുന്നത് സുക്കൂനോടൊപ്പം അതും ലൊമ്മിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ എങ്ങനെ വായിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹുദ്, 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 ഹുദ്. ഹ, ദാൽ, ലൊമ്മ്, ഹുദ്, ഹുദ്. ഇത് ചേർക്കണം. ഹ, ദാൽ, ലൊമ്മ്, ഹുദ്. വീണ്ടും അത് തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഹുദ്, 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 ഹുദ്. ഓക്കെ, അടുത്തത് ഖുൽ തും. ഖുൽ, സ്റ്റോപ്പ്, തും, സ്റ്റോപ്പ്. ഖുൽ തും. ഖാഫ്, ലാം, ലൊമ്മ്, ഖുൽ. ഈ സുക്കൂനെ നമ്മൾ ഹിജ്ജ ചെയ്യുമ്പോൾ എടുത്ത് പറയൂല. ഹിജ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ച് വായിക്കുക എന്നുള്ളതാണ്. ഖുൽ തും. താ, മീം, ലൊമ്മ്, തും. ഖുൽ തും. ഓക്കെ, അടുത്തത് ഉദ്ഖുൽ, ഹംസ, ദാൽ, ലൊമ്മ്, ഉദ്. ഖ, ലാം, ലൊമ്മ്, ഖുൽ, ഉദ്ഖുൽ. യുബ്അസ്, യാ, ബ, ലൊമ്മ്, യുബ്. ഐൻ, സ, ഫത്ഹ്, അസ്, യുബ്അസ്, യുബ്അസ്. ഈ ഉദാഹരണങ്ങളില് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം ഏതാണ്? അത് നിങ്ങൾക്ക് മംഗ്ലീഷിൽ എഴുതാം, ഇപ്പോൾ അറബിയിൽ തന്നെ എഴുതണമെന്നില്ല. ഈ 3 ലൈനിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ ഉദാഹരണം ഏതാണ്? അതേപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഉദാഹരണം ഏതാണെന്നുള്ളത് ഒന്ന് താഴത്ത് കമന്റ് ചെയ്യുക.
അത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയത്, അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടെ ടാസ്ക് ആയിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ നമ്മൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഫോമിൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നെ വെച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി ലിങ്ക് തരുന്നതാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ആളുകളൊന്നും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നമ്മളെ ബാബുൽ ഇൽമിൻ്റെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. കുറേ ഷോർട്ട് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അതിലൂടെ കുറേ അറിവുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിലൂടെയും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ബാബുൽ ഇൽമിൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഏകദേശം ധാരാളം പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണ്. നമ്മളെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും പുതിയ പുതിയ കോഴ്സസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ധാരാളം പേർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവരും പഠിക്കട്ടെ. നമ്മളെപ്പോലെ തന്നെ അവരെയും നമുക്ക് സ്വർഗത്തിലോട്ട് കയറ്റാം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഫത്ഹ്, കെസർ, ലൊമ്മ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ സുക്കൂനിനോടൊപ്പം എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.